ഇപ്പോൾ തിരുവനന്തപുരത്ത് CPO റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ്, വനിതാ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് നടത്തിയ ശയനപ്രദക്ഷിണ സമരത്തിനിടെ ശയനപ്രദക്ഷിണ സമരം നടത്തുകയായിരുന്നു. അതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ ഒരു റാങ്ക് ഹോൾഡറെ സഹപ്രവർത്തകർ, അവരുടെ കൂടെ സമരം ചെയ്യുന്ന മറ്റാളുകൾ അവിടെ അവർക്ക് വെള്ളം നൽകുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ്. ശയനപ്രദക്ഷിണ സമരമാണ് CPO റാങ്ക് ഹോൾഡേഴ്സ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള ലിസ്റ്റാണ്, 2022-ൽ വന്ന ലിസ്റ്റാണ്. ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും അതിൻ്റെ കാലാവധി കഴിയുകയാണ്. 10-15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ കാലാവധി കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ളിൽ പരമാവധി ആളുകൾക്ക് പോസ്റ്റിംഗ് നൽകണം, നിയമന ഉത്തരവ് നൽകണം, അഡ്വൈസ് മെമ്മോ PSC നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിധത്തിലുള്ള സമരരൂപത്തിലേക്ക് CPO റാങ്ക് ഹോൾഡേഴ്സ്, വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് എത്തിച്ചേർന്നിരിക്കുന്നത്. 1 വർഷം മുമ്പ് പുരുഷ CPO റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ സമരം തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ മാധ്യമ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിലുള്ള സമരമുറകളും അവിടെ പ്രകടമായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഹാൻസ്, വളരെ ശക്തമായ സമരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഠിനമായ രീതിയിലുള്ള സമരമാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ ആ വെള്ളം കൊടുത്ത കുട്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ കാര്യമായി? ഇല്ല പിന്നിൽ ആ കുട്ടി പെട്ടെന്ന് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇപ്പോൾ മറ്റൊരു കുട്ടിയും ഇത്തരത്തിൽ ബോധം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾക്കറിയാം, കഴിഞ്ഞ 4 ദിവസമായി ഈ വനിതകളെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നതിൻ്റെ 4ാം ദിവസമാണ്. ഈ 4ാം ദിവസത്തിലാണ് ഇപ്പോൾ ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഈ പെൺകുട്ടികളെല്ലാം കടന്നിരിക്കുന്നത്. ശയനപ്രദക്ഷിണം, സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള നടപ്പാതയിൽ ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടാണ് ഈ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ്, 4 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഇവരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചത്. ഇനി ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ 14 ദിവസം മാത്രം ബാക്കിയുള്ളൂ. ഏപ്രിൽ 19-നാണ് ഇവരുടെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. ഇവർ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ 2024 ഏപ്രിൽ 20-നാണ് ഇവരുടെ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പട്ടിക സർക്കാർ പുറത്തുവിടുന്നത്. പക്ഷേ 1 വർഷമായിട്ടും പകുതി പോലും നിയമനം നടത്താൻ സർക്കാരിനായിട്ടില്ല എന്നാണ് പ്രധാനമായും ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. 967 ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ് പുറത്തുവിട്ടത്. അതിൽ 259 പേർക്ക് മാത്രമാണ് സർക്കാർ നിയമനം നൽകിയിരിക്കുന്നത്. ഏകദേശം 30% പേർക്ക് മാത്രം നിയമനം നൽകിയിട്ടുള്ളൂ എന്നാണ് ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ സർക്കാർ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും റാങ്ക് ഹോൾഡേഴ്സിനും നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ സമരം ആരംഭിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2023-ലാണ് ഇവരുടെ പരീക്ഷ, 2022 ഡിസംബറിലാണ് ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിനുശേഷം 2023 ജൂലൈയിൽ പരീക്ഷ നടത്തി. തുടർന്ന് 2024 ജനുവരിയിൽ ഫിസിക്കൽ പരീക്ഷയും നടത്തി. ഇതെല്ലാം നടത്തി ഏപ്രിൽ 2024 ഏപ്രിൽ 20-ന് ലിസ്റ്റ് വന്നിട്ടും 1 വർഷമായിട്ടും പകുതി പോലും ആളുകളുടെ നിയമനം നടത്താൻ സർക്കാരിനായിട്ടില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. അതിന്റെ ഭാഗമായി നിരവധി തവണ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കും ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നാണ്. എത്ര അഡ്വൈസ് മെമ്മോകൾ PSC ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? എത്ര പേർക്ക് നിയമനം, ഈ ലിസ്റ്റിൽ എത്ര പേർക്ക് നിയമനം നൽകിയിട്ടുണ്ട്? പിന്നിൽ ഉദ്യോഗാർത്ഥികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏകദേശം 213ഓളം പേർക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ നിയമനം നൽകിയിട്ടുണ്ട്. ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിട്ടില്ല എന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏകദേശം 674 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഉണ്ടായത്. അതിൽ 300-ലധികം പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. അതിലാണ് ഈ 2 ലിസ്റ്റിലും കൂടെയുള്ള 967 പേരിൽ 259 ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം സർക്കാർ നിയമനം നൽകി. അവരുടെ ഏകദേശം ചിലവരൊക്കെ ട്രെയിനിങ്ങിൽ പ്രവേശിച്ചു, ചിലർ പോസ്റ്റിംഗ് ലെറ്റർ വന്നിട്ടുണ്ട്. ഇനി പരിശീലനത്തിലേക്ക് കടന്നാൽ മാത്രം മതി. ഇവരുടെ ലിസ്റ്റിൽ ഈ 674 പേരുടെ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 213 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 30% പേർക്ക് മാത്രമാണ് ഇപ്പോൾ നിയമനം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ ആവശ്യപ്പെടുന്നത് ഏകദേശം 50% പേർക്കെങ്കിലും നിയമനം നൽകണം. ഇനിയും ഒരുപാട് വേക്കൻസികൾ ബാക്കിയുണ്ട്. അത് നികത്താൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ഉദ്യോഗാർത്ഥികൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ പ്രതികരണങ്ങൾ ആരായാം. കാരണം അവർ 4 ദിവസമായി ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്.
നിങ്ങളുടെ ലിസ്റ്റ് അവസാനിക്കാൻ ഇനി 15 ദിവസം മാത്രം ബാക്കിയുള്ളൂ.